ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് മുത്തങ്ങ അബ്ദുൽ സലാം വധശ്രമ കേസിൽ വിചാരണ കോടതിക്ക് ഹൈക്കോടതിയുടെ വിമർശനം. വിചാരണ കോടതിയുടെ ഉത്തരവുകളിൽ പിഴവുണ്ടെന്ന് കോടതി. ഗീതാനന്ദൻ അടക്കം കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ നൽകിയ ഹർജിയിലാണ് കോടതി നിർദ്ദേശം. വിശദാംശങ്ങളുമായി ഷബ്ന ചേരുകയാണ്. ഷബ്ന, ആദ്യ കേസിൽ ഈ കൊലപാതക കേസിലൊക്കെ ഗീതാനന്ദൻ അടക്കമുള്ള പ്രതികളെ വെറുതെ വിടുന്ന ഒരു സമീപനമുണ്ടായി. പക്ഷേ വധശ്രമ കേസിന്റെ മറ്റൊരു കേസിൽ ഈ ശിക്ഷിച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. ഹൈക്കോടതിയുടെ വിമർശനം ഏറ്റുവാങ്ങിയാണ് ഈ വിചാരണ കോടതി. ഈ കഴിഞ്ഞ ദിവസമാണ് മുത്തങ്ങ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ അബ്ദുൽ സലാമിൻ്റെ വധശ്രമവുമായി ബന്ധപ്പെട്ട കേസിൽ 4 പേരെ വിചാരണ കോടതി ശിക്ഷിച്ചത്. ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രതികളെയായിരുന്നു ശിക്ഷിച്ചത്. ഇതിനെതിരെ ഇവർ നൽകിയ അപ്പീലാണ് ഹൈക്കോടതി ഇപ്പോൾ പരിഗണിച്ചത്. ഇത് അപ്പീൽ പരിഗണിക്കുമ്പോൾ കോടതി ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ വിചാരണ കോടതിയുടെ ശിക്ഷാവിധി അത് സൂക്ഷ്മമായി പരിശോധിക്കണം എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓരോ ഭാഗവും പ്രത്യേകമായി പരിശോധിക്കണം. ശിക്ഷാവിധിയിൽ പിഴവുകളുണ്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന അന്തിമ വിധിയിൽ എഴുതിയത് സംബന്ധിച്ച് അതിൽ പിഴവുകൾ കാണുന്നുണ്ട്. അത് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടിയന്തരമായി ശിക്ഷ റദ്ദാക്കുക എന്ന പ്രതികളുടെ ആവശ്യം ഈ ഘട്ടത്തിൽ അനുവദിക്കാൻ പറ്റില്ല. അത് പിന്നീട് അടുത്ത ബുധനാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും പരിശോധിക്കാമെന്നാണ് കോടതി പറയുന്നത്. പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന് അന്തിമ വിധിയിൽ എങ്ങനെയാണ് എഴുതാനാകുക എന്നാണ് കോടതി ചോദിക്കുന്നത്. വിചാരണ കോടതി ഉത്തരവ് അത്തരത്തിൽ എഴുതിയത് എങ്ങനെയാണ് എന്നാണ് കോടതി ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസ് അന്വേഷിച്ചത് CBI ആണ്. CBIക്ക് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീലാണ് കോടതി പരിഗണിച്ചത്. അപ്പീലിൽ സംസ്ഥാന സർക്കാരിനോടും മറുപടി തേടിയിട്ടുണ്ട്. അപ്പീൽ ഫയലിൽ സ്വീകരിച്ചാണ് കോടതി ഇപ്പോൾ ഏതെങ്കിലും നോട്ടീസ് അയക്കാൻ ഉത്തരവായിട്ടുള്ളത്. CBIയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും അടക്കമുള്ള എതിർകക്ഷികൾ ബുധനാഴ്ച മറുപടി നൽകാനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നേരത്തെ ഈ കേസിൽ മറ്റ് കേസുകൾ, അതായത് ഈ മുത്തങ്ങയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റ് കേസുകൾ ഗീതാനന്ദനെ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തനാകുമ്പോൾ അബ്ദുൽ സലാം വധക്കേസിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി 5 വർഷം തടവിന് ശിക്ഷിക്കുകയായിരുന്നു. ഈ ശിക്ഷാവിധി റദ്ദാക്കണം അല്ലെങ്കിൽ ശിക്ഷ മരവിപ്പിക്കണം എന്നൊരാവശ്യമാണ് പ്രതികൾ കോടതിക്ക് മുമ്പാകെ ഉന്നയിച്ചത്. ഇവർ പറഞ്ഞിരുന്നത് കോടതിയുടെ ഈ ഉത്തരവിൽ പിഴവുകളുണ്ട്, ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ തെളിയിക്കാനായിട്ടില്ല, എങ്കിൽ പോലും ഇവരെ ശിക്ഷിക്കുകയായിരുന്നു. ഇതിൽ തെളിവുകളില്ലാതെയാണ് തങ്ങൾക്ക് ശിക്ഷിച്ചത് എന്ന കാര്യം ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയെ അറിയിച്ചു. ഹൈക്കോടതി ഇത് പരിഗണിച്ചാണ് ഇപ്പോൾ ഈ ഉത്തരവിൽ പിഴവുകളുണ്ട്, പക്ഷേ ഇത് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ ശിക്ഷ മരവിപ്പിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റൂ എന്ന് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ശരി ഷബ്ന, എന്തായാലും ഈ കേസ് നിലവിൽ റദ്ദാക്കുകയോ മറ്റു നടപടികളോ പോയിട്ടില്ല. പക്ഷേ ഈ സൂക്ഷ്മമായി തന്നെ ഇത് പരിശോധിക്കണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ചില വിമർശനങ്ങൾ കൂടി, വിചാരണ കോടതി വിധിയുടെ ഭാഗമായുള്ള വിമർശനങ്ങൾ കൂടി ഹൈക്കോടതി പറയുകയാണ്.